ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അടി അടി. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി തലവൻ. അപ്പോൾ തലവൻ എന്ന മൂവി ജിസ് ജോയ് ഡയറക്റ്റ് ചെയ്ത് അരുൺ നാരായണൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്വന്തം ബിജു മേനോനും ആസിഫ് അലിയും മിയ ജോർജും ഒക്കെ അഭിനയിച്ച ഒരു തരക്കേടില്ലാത്തൊരു കുറ്റാന്വേഷണ ത്രില്ലർ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ കഥയും സ്ക്രിപ്റ്റുമാണ് നല്ല രീതിയിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ജിസ് ജോർജിന് നല്ലൊരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിൽ കണ്ടവാനം കൊണ്ട് പണിയെടുക്കേണ്ട വന്നിട്ടൊന്നുമില്ല. അതൊന്നും കൂട്ടിങ്ങണിച്ച് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. സിനിമ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ ഒരു കുഴപ്പമില്ലാത്ത താളത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫിനേക്കാളും. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു കുറ്റാന്വേഷണ രീതിയും കാര്യങ്ങളൊക്കെ നല്ല വേറിട്ട് നിന്നു. കുറ്റാന്വേഷണ സിനിമകൾ കാണുന്ന ആർക്കും ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത് സൂരജ് ES ആണ്. അങ്ങനെ വലിയ കണ്ടമാനം ട്രാൻസിഷൻസോ കണ്ടമാനമുള്ള ഗിമിക്കുകളോ ഒന്നുമില്ല. സാധാ ഒരു പതിഞ്ഞ താളത്തിലുള്ള എഡിറ്റിംഗ് ആണ് ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സംഗീതം ചെയ്തിരിക്കുന്ന ദീപക് ദേവാണ്. ദേവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ വലിയ അടിപൊളിയെന്നോ മാസെന്നോ ഒന്നും പറഞ്ഞൊരു ഞാനൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഇതിൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആവശ്യമുള്ളൂ. അങ്ങനെ കണ്ടമാനം കുത്തി കയറ്റി ക്രൈം ത്രില്ലറാണെന്ന് വെച്ച് അവിടെ ഇവിടെ ആവശ്യമില്ലാത്ത രീതിയിൽ വെറുപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ആദ്യം തന്നെ. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്, സാധാരണ ഒരു കുറ്റാന്വേഷണ കഥ പോലെ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമൊന്നുമില്ല. നമ്മളെ ഓരോ മിനിറ്റും ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു കഥയായിരുന്നു ഇത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ട്വിസ്റ്റായിരുന്നു സിനിമയ്ക്കകത്ത് വന്നത്. അത് ബാക്കിയുള്ള സിനിമകൾക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ഇടയ്ക്ക് ഇറങ്ങിയ പല ഇതേപോലുള്ള ത്രില്ലർ മൂവികളും. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊരു എന്താണെങ്കിലും അതൊരു കഥയുടെ മികവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു കഥ തന്നെയാണ്. പിന്നെ ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഡയറക്ഷൻ ഇതിൻ്റെ അകത്ത് ജിസ് ജോർജ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ പറയാനാണെങ്കിൽ ഇനി അഭിനയത്തിൻ്റെ മികവ് നോക്കാം. ബിജു മേനോൻ ഒരു ടിപ്പിക്കലായ ഒരു DYSP ആണ് പുള്ളി. ആസിഫ് അലി ഒരു SI ആയിട്ടായിരുന്നു. മിയ ജോർജ് ബിജു മേനോൻ്റെ വൈഫ്. അങ്ങനെയാണ് സംഭവം, കഥകളൊക്കെ പോകുന്നത്. അനുസരി ഒരു ഇനി ഇവരുടെ നോക്കാനാണെങ്കിൽ ബിജു മേനോൻ്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിപ്പിക്കലായ ഒരു നല്ലവനൊരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ വേണ്ട വിധി ഇത് പുള്ളി നീതി പുലർത്തി ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആസിഫ് അലി കർഷകനക്കാരന് എന്നാൽ ഇച്ചിരി നാക്ക് അങ്ങനെ ഉള്ള കാര്യം വിളിച്ചു പറയുന്ന രീതിയിലുള്ളൊരു SI ആയിരുന്നു. പിന്നെ മിയ ജോർജ് ബിജുമേനോൻ്റെ വൈഫായിട്ട് ആണ് ചെയ്തത്. അനുശ്രീക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ ദിലീഷ് ബോധൻ ഇതിൻ്റെ അകത്തൊരു പോലീസ് ഓഫീസറാണ്. ഇവരെല്ലാം സൂപ്പർവൈസർ ഒരു പോലീസ് ഓഫീസർ, പുള്ളിയും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ശങ്കർ രാമകൃഷ്ണൻ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു കഥാപാത്രം പുള്ളി ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് ബാലകൃഷ്ണൻ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു MLA മിനിസ്റ്ററോ പോലൊരു വേഷമായിരുന്നു. കോട്ടയം നസീറിന് അത്യാവശ്യം ഒരു നെഗറ്റീവ് റോളായിരുന്നു. പക്ഷെ പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇത്രയൊക്കെയായിരുന്നു ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇനി നെഗറ്റീവ് സൈഡ് പറയാം. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഒരു ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഒഴിവാക്കി ചെയ്യാൻ ശ്രമിക്കായിരുന്നു. പക്ഷേ കുറ്റാന്വേഷണ സിനിമയായതുകൊണ്ട് എന്താണ് ലാഗുകൾ വരും, അതുകൊണ്ട് സംഭവിച്ചു പോയതാവാനാണ് സാധ്യത. പിന്നെ പറയാനാണെങ്കിൽ എഡിറ്റിങ് കുറച്ചുകൂടെ
ഇമ്പ്രസീവായിട്ട് ചെയ്യായിരുന്നു. എന്നാൽ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി ഒരു ഇമ്പ്രസീവായിട്ട് ചെയ്യായിരുന്നു. അതാണ് പറ്റിയത്. പിന്നെ പറയാനാണെങ്കിൽ ഒരു ക്ലീശ ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. ക്ലീശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സമയത്ത് റൂമൊക്കെ ഒരുമാതിരി ചുമപ്പൊക്കെ ഇട്ട് ഒരുമാതിരി വെറുപ്പിക്കുന്ന സാധനം. അത് ഇപ്പോൾ എല്ലാ സിനിമകളിലും കണ്ടുപടുത്ത സാധനമാണ്. അത് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ തോന്നുന്നത്. ഇനി ഇത് ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരാണ് ധൈര്യം ഒരു ടിക്കറ്റ് എടുത്തു. എന്താണെങ്കിലും നല്ല അടിപൊളി 2-3 ട്വിസ്റ്റ് സിനിമയ്ക്കകത്തുണ്ട്. അത് നിങ്ങളെ എന്താണെങ്കിലും ഇഷ്ടപ്പെടുത്തും. പിന്നെ പറയാനാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എവരി വൺസ് കപ്പ് ഓഫ് ടീ അല്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറ്റാന്വേഷണ സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണിത്. എന്താണെങ്കിലും മൂവി. പിന്നെ ഞാൻ ഒരാളുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഈ സിനിമയ്ക്കകത്തെ വില്ലൻ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരാന്നുള്ളത്. പുള്ളി ഉഗ്രനായിരുന്നു. പുള്ളിയുടെ ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട് അവസാനം. ഉഗ്രനോ സൈക്കോ എന്നത്. ഫസ്റ്റ് പേസിൽ പുള്ളി ഒരു പാവത്തനെ പോലെ നിന്നിട്ട് സെക്കൻഡ് പേസിൽ പുള്ളി ട്രാൻസാക്ഷൻ. പുള്ളി പേര് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല ആരാന്നുള്ളത്. ആള് വളരെ നല്ല അഭിനയമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.